അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് ആയിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂത്താൻ സമുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു ചെയർപേഴ്സൺ ഏത് തരത്തിലാണ് മാറ്റിയത്, എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവർ റിസൈൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇനി ഒരു പക്ഷെ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയിപ്പിച്ചേക്കാം. പക്ഷെ ഇത് വസ്തുതയാണ്. ഇത് മൂത്താൻതറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്കറിയാം പ്രിയ ജയനെ പോലെ ഒരു ബ്രില്യന്റ് ആയിട്ടൊരു കുട്ടി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വരുന്ന സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ ആർക്കറിയാത്തത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് കുറെ ആളുകൾ അസ്വസ്ഥരായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവിടെ ഉള്ള എല്ലാ കൗൺസിലർമാരും. ഒരാളൊന്നുമല്ല, 28 കൗൺസിലർമാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വ്യക്തിപരമായിട്ട് എന്നോട് വലിയ സ്നേഹമുള്ള ആളുകളാണ്. അന്നേരം പലരും വിളിച്ചിട്ടുണ്ട്, അവരുടെ വിഷമം പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ള അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആരെങ്കിലും വരുമോ അതൊന്നും ഞാനിപ്പോ പ്രഡിക്ട് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലോ ഞാൻ ഇപ്പം പറയുന്ന പോലെ. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുകയാണ്, ഏത്തോ ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കി ഹെ മേരെ ദോസ്ത്.